കണ്ണാടി ചില്ല് പോലെ അല്ലെങ്കിൽ കണ്ണുനീർ തുള്ളി പോലെയൊക്കെ നമ്മുടെ ഫാമിലെ ടാങ്കുകളിലുള്ള വെള്ളമൊക്കെ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ ടാങ്കിലുള്ള മീനുകളുടെ ഒക്കെ ഭംഗി നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റും. അതുമാത്രമല്ല ഫാമിൽ വരുന്ന മറ്റ് വിസിറ്റേഴ്സിനാണെങ്കിലും മീനുകളെ നല്ല രീതിയിൽ തന്നെ കാണാനും പറ്റും. നമ്മളൊക്കെ ഗപ്പി ഫാമിലാണെങ്കിലും മറ്റ് മീനൊക്കെ വളർത്തുന്നതിന് മുമ്പായിട്ടൊക്കെ ടാങ്കിൽ വെള്ളം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ ടാങ്കിൽ വെള്ളമൊക്കെ പക്ക നല്ല ക്ലിയർ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് കാണാം ഒന്നുകിൽ ആൽഗെ ഫോം ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗണിഷിലേക്ക് പോകും, അല്ലാന്നുണ്ടെങ്കിൽ അടിത്തട്ടിലൊക്കെ അഴുക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ടാങ്കിൽ സ്വാഭാവികമാണ്, നാച്ചുറലായിട്ട് വരുന്നൊരു പ്രോസസ്സാണ്. നമുക്ക് നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ആൽഗെ ഫോം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം വെള്ളത്തിൻ്റെ കളറ് മാറിയോണ്ടോ ഒക്കെ മീനുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഫാമിൽ നമ്മൾ ടാങ്ക് ക്ലീനിങ് ഡേ ആയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ടാങ്കിൽ മൊത്തം ടാങ്കുകൾ ക്ലീൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ഇരിക്കുന്ന കുറച്ച് ഗപ്പി ടാങ്കുകളുണ്ടല്ലോ, ഈ ടാങ്കുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടാങ്കിൽ നമ്മൾ ചില്ലി മുസൈക്ക് ബിഗ് ഗിയറിനാക്കിയുള്ള ടാങ്കാണ്. തെറ്റില്ലാത്ത രീതിയിൽ വെയിലടി കിട്ടുന്നൊരു സ്ഥലമാണിത്. ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിലടിയൊക്കെയാണ് അധികം കിട്ടാറുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ബ്രീഡിംഗ് കേജൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് ഇതൊരു ബ്രൗണ്, ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുള്ള ഒരു വെള്ളമെന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലെ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വേസ്റ്റ് വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തോന്നിയെന്ന് ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഈ ഒരു ടാങ്ക് ഓൾറെഡി ഇപ്പോൾ നമ്മൾ വെള്ളം അടിത്തട്ടിൽ നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്തിട്ടുള്ളൊരു ടാങ്കാണിത്. എങ്കിലും ഇതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു നേരത്തെ സൂചിപ്പിച്ച ഒരു ലൈറ്റ് കളറായിട്ട് ഒരു ലൈറ്റ് ബ്രൗണ് ലൈറ്റ് ഗ്രീനിഷ് കളർ തോന്നുന്നുണ്ട്. തൊട്ടുപുറത്തെ ടാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റിന റെഡ് ബിഗ് ഗിയർ എടുക്കുന്ന ടാങ്കാണിത്. ഈ ടാങ്കിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ വെള്ളം നമ്മൾ അടിത്തട്ടിൽ നിന്ന് വേസ്റ്റ് മാത്രം റിമൂവ് ചെയ്തിട്ടുള്ളൊരു ടാങ്കാണിത്. ഇതിൻ്റെ അടിത്തട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ല, നല്ല തെളിച്ചുണ്ട്. പക്ഷേ ലൈറ്റ് ഗ്രീനായിട്ട് ആൽഗെ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ഫോം ചെയ്തിട്ടുള്ളൊരു ടാങ്കാണിത്. നമ്മൾ ആൽഗയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 2-3 തരം ആൽഗ ഉണ്ടെന്ന് പറയുന്നുണ്ടായത്. അതിലൊരു തരം ആൽഗയാണിത്. ഇത് നമ്മൾ ചെടി പോലൊന്നും അധികം നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ വെള്ളം ഇതേപോലുള്ള ഗ്രീനിഷ് കളറിലായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണാം. അൽഹംദുലില്ലാഹ് നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ടാങ്കിൽ നിന്ന്. ഇതിലിവരൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ടാങ്ക് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ ക്ലീൻ ചെയ്യാത്ത ടാങ്കിൻ്റെ അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം ഇതുണ്ടെന്നുള്ളത്. ഈ ടാങ്കിൽ വെയിലടി കൊള്ളാത്ത സ്ഥലങ്ങളിലാണ് ഇനിയുള്ള ടാങ്കുകൾ ഇരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഇതേപോലത്തെ റൂഫ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതാണെങ്കിൽ ഓപ്പൺ സ്പേസിലാണ് ഈ 2 ടാങ്ക് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാട്ടർ ചേഞ്ച്, ആ കളർ വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പം കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് 2 ബാച്ച് 3 ബാച്ചായിട്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടെന്ന് കൊണ്ടിട്ടാണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി കുറച്ച് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ മാറ്റാനുണ്ട്. ഇതിൻ്റെ അടിത്തട്ടിൽ വേസ്റ്റ് ഉണ്ടില്ല, തെറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വേസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച മുമ്പാണ് നമ്മൾ ഈ ടാങ്കിൽ വെള്ളം മാറ്റിയത്. അപ്പോഴേക്ക് ഇത്ര വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗപ്പി ടാങ്കിൽ ഏറ്റവും വലിയ വില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് മീൻ വളർത്തല ഏറ്റവും വലിയ വില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയാണ്. അപ്പോൾ അമോണിയ ഫോം ചെയ്യാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് സെറ്റാക്കി മാറ്റാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവർ ഡോർസിൽ ഫുൾ റെഡ് കിടക്കുന്ന ടാങ്കാണിത്. ഈ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ടാങ്കിലും അടിത്തട്ടിൽ കണ്ടില്ല, തെറ്റില്ലാത്ത രീതിയിൽ വേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വേസ്റ്റ് ഇത്ര ഉണ്ടെങ്കിലും വെള്ളം നോക്കി കഴിഞ്ഞാൽ വെള്ളം പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമോണിയ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, വേസ്റ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ വേസ്റ്റ് നീക്കം ചെയ്യേണ്ട വലിയൊരു കാര്യം തന്നെയാണ് നമ്മളിത്. പിന്നെ നമ്മുടെ ആൽബിനോക്കോയി കിടക്കുന്ന ടാങ്കാണെങ്കിലും ഈ ടാങ്കിലും നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കുകളിലൊന്നും വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം കാണിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ തെളിച്ചുള്ള വെള്ളമാണ്, ഇൻഡോർ ആയതുകൊണ്ട് തന്നെ. പക്ഷേ വേസ്റ്റ് ഉണ്ട്, വേസ്റ്റ് നീക്കം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റ് നീക്കം ചെയ്യാനും ബാക്കി കാര്യങ്ങളിലൊക്കെ നോക്കാം. ഗപ്പി ടാങ്കിലെ വെള്ളം എങ്ങനെ ചേഞ്ച് ചെയ്യലെന്നുള്ളത് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിൾ പരിപാടിയാണ്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ 2 അറ്റം പൊത്തിപ്പിടിക്കുക. 2 അറ്റം പൊത്തിപ്പിടിച്ചിട്ട് ഒരറ്റം നമ്മൾ ടാങ്കിലേക്ക് ഇറക്കിയിട്ടുണ്ട്, മറ്റേ അറ്റം നമ്മൾ എന്താണ് ഈ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ബക്കറ്റിലേക്ക് ഇടാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമായിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും, അല്ലെങ്കിൽ താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെടികളോ പച്ചക്കറിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ വേനൽക്കാലല്ലേ,
അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീൻകുളത്തു നിന്നുള്ള അടിത്തട്ട് എന്നുള്ള വേസ്റ്റ് ബക്കറ്റിലേക്കാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു അറ്റം നമ്മളിപ്പോൾ വിട്ടിട്ടില്ല കേട്ടോ. നമ്മളപ്പോൾ ഇതിൻ്റെ അറ്റം നമ്മൾ എന്ത് ചെയ്യാണ്, ഓപ്പൺ ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ബക്കറ്റിലേക്ക് വെള്ളം വരുന്നത് കാണാം. ഇത് ഇതിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഇനിയിപ്പോൾ അഥവാ നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി മീൻ കുഞ്ഞുങ്ങൾ, നമ്മൾ ബ്രീഡിംഗ് കേജ് വെച്ച ടാങ്കിനകത്തൊക്കെ മീൻ കുഞ്ഞുങ്ങളുള്ളത് കണ്ടതാണ്. അപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കൂടി കയറി വരികയാണെങ്കിലും അത് പുറത്തേക്ക് പോകില്ല, ഈ ബക്കറ്റിൽ തന്നെ അത് നിൽക്കും. ഇത് മുകളിലായതുകൊണ്ടായിട്ട് സ്പീഡില്ലാത്തത്. വാട്ടർ ലെവൽ അനുസരിച്ച് ഒന്നുകൂടി താത്തി കൊടുക്കുകയാണെങ്കിൽ രണ്ടില്ലേ ഇപ്പോൾ ഫാസ്റ്റായി വരും. അപ്പോൾ ഇതിനകത്തുള്ള വേസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ അടിത്തട്ടിൽ നിന്ന് മാക്സിമം വേസ്റ്റ് വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു അളവിലുള്ള വെള്ളം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ ടാങ്കിൽ മൊത്തം വെള്ളം മാറ്റിയിട്ട് മീനുകളെ മൊത്തം പിടിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റുക, എന്നിട്ട് മൊത്തം തേച്ചുരത്തി കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും മൊത്തം വെള്ളം നിർത്തിയിട്ട് മീനുകളെ മാറ്റുക എന്ന് പറഞ്ഞത് അതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ വെള്ളം നമുക്ക് ഒരുപാട് ലാഭിക്കാം. അതുപോലെ തന്നെ മീനുകൾക്ക് ഓവർ സ്ട്രെസ് കൊടുക്കാതെ തന്നെ അവർക്ക് നിലവിൽ ഈ വെള്ളത്തിൻ്റെ ആ ടെമ്പറേച്ചറിൽ നിന്നിൻ്റെ ആ സിറ്റുവേഷനിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാനും പറ്റൂട്ടോ. ഈ ഒരു ലെവലിലേ നമ്മൾ വെള്ളം കുറച്ചിട്ടുള്ളൂ. നമുക്കാണെങ്കിൽ ഏകദേശം ഈ ഒരു ബക്കറ്റിലുണ്ടല്ലേ ഇത്രയും വെള്ളം മാത്രമേ നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബക്കറ്റിലേക്ക് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലെ കുറച്ച് ചെടികൾ കാര്യങ്ങളുണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ബക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരു മീൻ കുഞ്ഞ് ഇതിനകത്തുണ്ടായിരുന്നു. അതിനെ നമ്മൾ ടാങ്കിലേക്ക് തന്നെ തിരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ മല്ലികയും പൂക്കളൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് നല്ല വളക്കൂറുള്ള വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം മീനിൻ്റെ വേസ്റ്റ് അടങ്ങിയിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വേനലൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വെള്ളമൊക്കെ വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കുക. പ്രത്യേകിച്ച് പറയാം, നമുക്കിപ്പോൾ ഈ മീൻ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും വെള്ളം റീഫിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ സമയത്ത് ഇത്തരത്തിൽ നമ്മൾ മത്സ്യകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നിലവിലുള്ള വെള്ളമൊക്കെ മാക്സിമം ഫിൽട്രേഷനൊക്കെ വെച്ചിട്ട് അതിനെ റീയൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തട്ടോ. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള ടാങ്കിൽ കണ്ടില്ലേ വെള്ളം, നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം ഒരു ബക്കറ്റോളം വെള്ളം തന്നെയാണ് നമ്മൾ അടിത്തട്ടിൽ നിന്ന് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പടി കണ്ടില്ല, നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് ആ വേസ്റ്റ് ഒഴിവായിട്ടുണ്ട്. ഈ വേസ്റ്റ് നിന്നാണ് അമോണിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ആ വെള്ളം ടോപ്പ് അപ്പ് ചെയ്തപ്പോൾ ഈ ഒരു ഏകദേശം അളവ് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ മീനുകൾക്കും നല്ലതായിരിക്കും കേട്ടോ. ഫാമിലെ ഗപ്പി ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ടാങ്കുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ടാങ്കുകളിൽ ചിലപ്പോൾ ഒരു ദിവസമോ 1.5 ദിവസമൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ സമയം സ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. എങ്കിലും മടി കാണിക്കാതെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫാമിങ്ങിൽ മുന്നോട്ട് പോകാൻ പറ്റും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അമോണിയാണ് മെയിനായിട്ടുള്ള വില്ലന്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മീനുകൾ ഡെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ടാങ്കിലെ വെള്ളം പച്ച കളർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോയിലൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം. കാരണം ആൽഗെ കൂടുതലായിട്ട് വരാതെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ടാങ്ക് സെറ്റാക്കി കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ ടാങ്കിൻ്റെ അടിത്തട്ടിലുള്ള വേസ്റ്റൊക്കെ നീക്കം ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ ആൽഗയൊക്കെ അതുവഴി പോകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് ടാങ്കിൽ മൊത്തം വെള്ളം ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പിന്നെ പുതിയ വെള്ളം നിർത്തിയിട്ട് ടാങ്കിൽ മീനാക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചില സമയത്ത് ടാങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വെള്ളം വരാറുണ്ട്. അതും വലിയ കുഴപ്പമില്ല. മുമ്പ് ഒരിക്കൽ നമ്മൾ ഈ ഫിഷ് ഫാമിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ പോയ സമയത്ത് ഒരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏറ്റവും ഉചിതമായിട്ടുള്ള വെള്ളം എന്ന് വെച്ചാൽ ലൈറ്റ് ബ്രൗൺ കളറിൽ മീൻ വളർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിന് മുമ്പൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ആൽഗെ ഫോം ചെയ്തിട്ടുള്ള ലൈറ്റ് ഗ്രീൻ കളറാന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എങ്ങനെയായാലും ഓരോരുത്തരും അവരുടേതായ രീതിക്ക് അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഫാമിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം അനുഭവങ്ങളാണ് ഈ ഒരു മേഖലയിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് എന്താ ചെയ്യുന്നുള്ള പരിഹാരം കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കർഷകരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. ടാങ്കിലെ വെള്ളം മാറ്റിയിട്ട് പിന്നെ നമ്മൾ അതിൽ വെള്ളം റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ആ ദിവസം നമ്മൾ ഫുഡ് കൊടുക്കാറില്ല.
ഫുഡ് ആ ദിവസം രാവിലെ ഫുഡ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും, ടാങ്കിലെ വെള്ളം കൊണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ലൈഫ് ഫീഡാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പെല്ലറ്റ് ഫീഡ് കൊടുക്കാറുണ്ടെങ്കിലും അന്നേ ദിവസം ടാങ്കിൽ വെള്ളം മാറ്റുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ രീതിയിൽ ലൈഫ് ഫീഡ് ആയിട്ടുള്ള മൊയിനാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫാമിങ്ങിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.